ചേച്ചി അവിടെ ഉണ്ടോ കവര് ഉണ്ടോ? ഞങ്ങളുടെ കവര് കാണാൻ പോണ യാത്രയാണ് കേട്ടോ. അതിലാദ്യം തന്നെ ഞങ്ങൾക്ക് നെഗറ്റീവാണ്. മക്കളെ വിട്ടോ ചേച്ചിമാർ പറഞ്ഞാണ് 1 കിലോമീറ്റർ അടുത്ത് ട്രാവലുണ്ട്, ഇനി 1 കിലോമീറ്റർ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ ഞങ്ങളിപ്പോൾ നടന്നൊരു 1.5-2 കിലോമീറ്ററായി. വണ്ടി പറിക്കാൻ സ്ഥലമുണ്ട്. നോക്കി വഴിയിൽ നിറച്ച ആൾക്കാരാണ്. എവിടെ നോക്കിയാലും മാത്രം വരുന്ന പിള്ളേരുകളാണ് കവര് കാണാൻ വന്നേക്കണം കേട്ടോ. എടാ അവിടെ വല്ലതുണ്ടോടാ? വഴിയിൽ വരണ എല്ലാ പിള്ളേരോടും ഞങ്ങൾ ചോദിച്ചു, എൻ്റെ മക്കളെ അവിടെ വല്ലതും ഉണ്ടോ, ചേട്ടന്മാരെ അവിടെ വല്ലതും ഉണ്ടോ? ഇത് എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്ത് അഞ്ചിലത്തറ സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ സൈഡിൽ കൂടെ പോകുന്നൊരു സ്ഥലത്താണ് ഇപ്പം നമ്മൾ കവര് കണ്ടത്. അങ്ങനെ ഞങ്ങളുടെ കവര് കണ്ടു. ഞങ്ങളുടെ കവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 കവരായിരുന്നു. പാടം മൊത്തം നമ്മൾ നടന്നരിച്ച് പിറക്കി ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. എൻ്റെ മോനെ ആദ്യത്തെ സമയം കണ്ടു കഴിഞ്ഞൊരിക്കും ഒമ്പടി ജിന്നിനാക്കണെന്ന് പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല. അടിപൊളി വൈബായിരുന്നു. ഏത് വൈബ്! പിന്നെ ഞങ്ങളൊരു മാക്സിമം 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബോറായി. എവിടെ തൊട്ടാലും നീല കളറ്. പിന്നെ നമുക്ക് തന്നെ മതിയായി. ഞങ്ങളൊക്കെ എന്തിന് ഇത്ര നേരം വന്ന് തിരിച്ചു പോകണ്ടേ, പിന്നെ ആ ഒരു മൂടായി. പക്ഷേ ഏറ്റവും ആദ്യം വരുന്ന ഒരാൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇതൊരു 1.5 എക്സ്പീരിയൻസ് തന്നെ. നമ്മളെ എവിടെ നോക്കിയാലും നമ്മൾ വെള്ളത്തിൽ എവിടെ തൊട്ട് കഴിഞ്ഞാലും അത് നീല കളറാവും. ഇത് നമ്മുടെ കൂട്ടത്തിലെ ഐഫോൺ ചേട്ടായിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഐഫോൺ വെച്ചിട്ട് എങ്ങനെയൊക്കെ വെറൈറ്റി വീഡിയോ എടുക്കാമെന്നാണ്. ഇന്ന് പുള്ളിക്കാരൻ ചെയ്തെന്ന് വെച്ചാൽ ഐഫോണിന് വേണ്ടി സ്പെഷ്യൽ കവറൊക്കെ മേടിച്ചിട്ട് ആൾ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വീഡിയോ എടുത്ത് ഗംഭീര സാധനം പഠിക്കാൻ വെച്ചിട്ടാണ് പുള്ളിയുടെ മൈൻഡ്. സാധനം അങ്ങനെ വെള്ളത്തിലിട്ട് വീഡിയോ ഒക്കെ എടുത്തു. സംഭവം കറക്റ്റായി. പക്ഷെ ആകെ കറുത്തിരിക്കായിരുന്നു. നീല കളർ പോയിട്ട് ഞങ്ങൾ വേറൊരു പാട്ട കളർ പോലും ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവിടെ വെള്ളത്തിൽ കിടന്ന് അലമ്പ, വെള്ളത്തിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുക, കല്ലെടുത്ത് വയ്ക്കുക, വെള്ളത്തിൽ വടിയിട്ട് ഇളക്കുക, ഈ ജാതി അംഗംവെട്ടുകളായിരുന്നു. അപ്പം എന്തായാലും കവര് കാണാനായിട്ട് ആദ്യമായിട്ട് ഇതുവരെ കാണാത്ത ആൾക്കാർക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരെന്തായാലും പോയി കാണുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് വല്ലപ്പോഴൊക്കെ കാണുന്നൊരു പ്രതിഭാസമാണ്, നമുക്കത് എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കാണാത്ത എല്ലാവരും പോയിട്ട് കവര് കണ്ട് നമ്മളത് ആസ്വദിക്കുക. നമ്മളറിയാത്ത നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം നമ്മുടെ ലൈഫ്. നമുക്ക് എന്തൊക്കെ ഒരു നിമിഷം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു പോയ നിമിഷം നമുക്ക് നാളെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇന്ന് എന്തൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഇന്ന് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നൊരു കാര്യം നമ്മൾ മാക്സിമം ചെയ്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നമ്മുടെ ലൈഫിനെ നമ്മൾ കളറാക്കിയിട്ട് ഓരോ നിമിഷവും നല്ലൊരു കളർഫുൾ മോഡിൽ നമ്മൾ അങ്ങോട്ട് പോവുക. അപ്പോൾ എല്ലാവരും പോയിട്ട് കവര് കണ്ട് എൻജോയ് ചെയ്യുക.